നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ടെഹ്റാന്റെ ഭൂമി നെടുകെ പിളർന്നു. ഇതുവരെ പ്രയോഗിക്കാതെ മാറ്റിവെച്ച മാരകായുധം അമേരിക്ക ഇപ്പോൾ പുറത്തെടുത്തതിന്റെ കാരണം എന്താണ്? പാതാളങ്ങൾക്കടിയിൽ ഒളിപ്പിച്ച ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അതുമാത്രമല്ല, ലക്ഷ്യം മറ്റു ചിലതുകൂടിയാണ്. ആഴത്തിൽ പാതാളവും പിളർന്നു കോട്ടകെട്ടി IRGC കാവൽ നിൽക്കുന്ന മിസൈൽ നഗരങ്ങൾ. മിസൈൽ ശക്തിയിൽ പശ്ചിമേഷ്യ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന്റെ മർമ്മത്തടിക്കാൻ കൂടിയാണ് അതിമാരക ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക പുറത്തെടുത്തത്. ഒപ്പം ആണവ കേന്ദ്രങ്ങളും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒളിപ്പിച്ച കേന്ദ്രവും ചിതറിക്കാൻ കണക്കുകൂട്ടിയാണ് US പട ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങൾ കടുക്കുമ്പോഴും ഇറാൻ എന്ന രാജ്യം എങ്ങനെയാണ് തളരാതെ പിടിച്ചു നിൽക്കുന്നത്? ഇറാന്റെ മിസൈൽ ശേഖരം തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന പാശ്ചാത്യ റിപ്പോർട്ടുകൾക്കിടയിലും ഈ യുദ്ധം അവസാനമില്ലാതെ നീളുന്നതിന്റെ കാരണങ്ങൾ തിരയുകയാണ് ലോകം. ഇസ്രയേലും അമേരിക്കയുമായുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ കനക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയായ അത്യാധുനിക മിസൈലുകൾ ഇതുവരെ പ്രയോഗിക്കാത്തത് പ്രതിരോധ വിദഗ്ധരെ അമ്പരപ്പിക്കുന്നു. നേരത്തെ നൽകിയിരുന്ന ലളിതമായ തിരിച്ചടി രീതികളിൽ നിന്ന് മാറി അതീവ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വ്യോമാക്രമണം നടത്താനാണ് ഇറാന്റെ നീക്കം. അത് മനസ്സിലാക്കിയ അമേരിക്ക ഇപ്പോൾ ഇറാന്റെ മിസൈൽ നഗരങ്ങൾ ചിതറിക്കുന്നതിന് വേണ്ടിയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ പലതും വജ്രായുധങ്ങൾ പുറത്തെടുത്തിരിക്കുന്നത്. 1 ടണ്ണിലധികം ഭാരമുള്ള പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുരാജ്യങ്ങളുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുകയാണ് ഇറാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇസ്രയേലിന്റെ പ്രതിരോധ കവചമായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയ സംവിധാനങ്ങളെ മറികടക്കാൻ ഒരേ സമയം വൻതോതിൽ മിസൈലുകൾ വിക്ഷേപിക്കുന്ന രീതിയാണ് ഇറാൻ സ്വീകരിക്കുന്നത്. സുപ്രധാന വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയെ ലക്ഷ്യമിടുന്നതിലൂടെ പരമാവധി നാശനഷ്ടങ്ങൾ വരുത്താൻ ഇറാന് സാധിക്കും. ഇതിനായി ഖൊറം ഷഹർ 4 പോലുള്ള അത്യാധുനിക മിസൈലുകളെയാണ് അവർ പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇറാന്റെ ഈ തന്ത്രപരമായ മാറ്റം പശ്ചിമേഷ്യയിലെ പ്രതിരോധ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാന്റെ ആയുധപ്പുരയിലെ കരുത്തുറ്റ ഖാസിം ബാസിർ, ഇത്തിമാദ്, ഫത്ത 2 തുടങ്ങിയ മിസൈലുകൾ എവിടെയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. മിസൈൽ ശേഖരത്തിലെ ഏറ്റവും അപകടകാരികളായ മിസൈലുകളാണ് ഇവയെന്നാണ് ഇറാൻ തന്നെ അവകാശപ്പെടുന്നത്. യുദ്ധം 1 മാസത്തിലധികമായി തുടരുകയാണ്. ഇപ്പോഴും ഇറാൻ സൈന്യത്തിന് ഇവ ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് തോന്നിയിട്ടില്ല. എന്തുകൊണ്ട്? ലോകത്തിലെ ഏറ്റവും ഉയർന്ന മിസൈൽ സന്നാഹങ്ങളുള്ള രാജ്യമായിരിക്കും ഇറാൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയേറെ മിസൈലുകൾ കൈവശമുണ്ടായിട്ടും വളരെ ശ്രദ്ധാപൂർവമാണ് അവയുടെ പ്രയോഗങ്ങളെല്ലാം. ഒന്നുറപ്പാണ്, ഇറാന്റെ കരുത്തുറ്റ മിസൈലുകൾ ഇപ്പോഴും ഭൂഗർഭ അറകളിൽ വിശ്രമിക്കുകയാണ്. അവ ഇതുവരെ ഇറാൻ പുറത്തെടുത്തിട്ടില്ല. അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് പ്രയോഗിക്കാൻ ഇനി ബാക്കിയുള്ളത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതികതയിലൂടെ നിർമ്മിച്ച അത്യാധുനിക മിസൈലുകൾ ഇപ്പോഴും ഇറാന്റെ രഹസ്യ തുരങ്കങ്ങളിൽ ഉണ്ട്. ലോകത്തിലെ വൻ സൈനിക ശക്തികൾ 2 എണ്ണം തങ്ങൾക്കെതിരെ രംഗത്തിറങ്ങിയപ്പോഴും ഇറാൻ ഈ മിസൈലുകൾ പുറത്തെടുത്തിട്ടില്ല. അഥവാ US-നെയും ഇസ്രയേലിനെയും കരാർ സമവായ നീക്കത്തിലെത്തിക്കാൻ ഇറാന് തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങളൊന്നും പുറത്തെടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് ചുരുക്കം. ഇറാന്റെ യുദ്ധശേഷിയുടെ നട്ടെല്ല് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ്. US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ 1/3 ഇതിനോടകം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. ബാക്കിയുള്ളവയിൽ ഒരു ഭാഗം തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിപ്പിക്കുകയോ ചെയ്തിരിക്കാം. യുദ്ധത്തിന് മുൻപുള്ള കണക്കുകൾ പ്രകാരം ഇറാന്റെ കൈവശം എത്ര മിസൈലുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഇറാനിയൻ സൈനിക ശേഷികൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന വാദം തികച്ചും തെറ്റാണെന്നാണ് യുദ്ധവിശകലനങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളുടെ മികച്ച ആയുധങ്ങളൊന്നും ഇറാൻ പുറത്തെടുക്കാത്തത് അവ നശിപ്പിക്കപ്പെട്ടത് കൊണ്ടാണെന്ന് വാദിക്കുന്ന പലരെയും കാണാം. എന്നാൽ ഇതുവരെ US-ഉം ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് കേന്ദ്രീകൃതമായ രീതിയിൽ ഭൂഗർഭ അറകളിൽ സൂക്ഷിക്കപ്പെട്ട മിസൈലുകളെ ഇല്ലാതാക്കാൻ പൂർണ്ണമായി കഴിയില്ല എന്ന് തന്നെയാണ് പല യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. US-ന്റെ വാദത്തെ പൊളിക്കാൻ ഇറാനിയൻ സർക്കാരിന്റെ മാധ്യമമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ഒരു വീഡിയോ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. ഇതിൽ അത്യാധുനിക മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങൾ നിറഞ്ഞ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രം തന്നെ കാണാം. ഇസ്രയേൽ സൈനിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് 2500 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ കരുതിയിരുന്നു എന്നാണ്.
അതേസമയം ഈ സംഖ്യ 6000 വരെ ആകാമെന്ന് ചില രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ പക്കൽ ഏകദേശം 30% മിസൈൽ ശേഷി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ ഈ 30% പോലും വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ പര്യാപ്തമാണ്. ഇറാന്റെ സൈനിക തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികളാണ്. പതിറ്റാണ്ടുകളായി പർവ്വതങ്ങൾക്കുള്ളിലും ഭൂമിക്കടിയിലും നിർമ്മിച്ച ടണലുകളും ബങ്കറുകളും വ്യോമാക്രമണങ്ങളിൽ നിന്ന് മിസൈലുകളെ സംരക്ഷിക്കുന്നു. ട്രക്കുകളിൽ ഘടിപ്പിച്ച മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് മിസൈൽ തൊടുത്തുവിട്ട ശേഷം ഉടൻ തന്നെ സ്ഥലം മാറ്റുന്ന തന്ത്രമാണിത്. ഇത് ഇറാന്റെ മിസൈൽ വിക്ഷേപണികളെ കണ്ടെത്തുന്നത് ദുഷ്കരമാകുന്നു. എത്ര ശക്തമായ ബോംബ് ആക്രമണം നടത്തിയാലും തകർക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ 100 കണക്കിന് മിസൈലുകളും 1000 കണക്കിന് ഡ്രോണുകളും ഇറാൻ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. അതായത് മിസൈലുകളും ഡ്രോണുകളും കുറഞ്ഞു വരികയാണ്. പക്ഷെ അപ്പോഴും ഇറാൻ അവരുടെ അതിമാരക മിസൈലുകൾ പുറത്തെടുത്തിട്ടില്ല. അത് ഈ മിസൈൽ നഗരങ്ങളിലാണ്. ഈ നഗരങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഇറാൻ ഖാസിം ബാസിർ മിസൈലിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. മിസൈലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയത് ഖാസിം ബാസിർ ആണ്. ഇത് അസാമാന്യ ശേഷിയുള്ള ഒരു മീഡിയം റേഞ്ച് മിസൈലാണ്. ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഈ മിസൈല് 1200 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും. സൂപ്പർസോണിക് വേഗതയിൽ ഈ മിസൈലിന് സ്വന്തം ഗതി മാറ്റാനാകും. ഇത് മിസൈലിനെ അത്യന്തം അപകടകാരിയാക്കുന്നു. റഡാറുകൾ തിരിച്ചറിഞ്ഞ് മിസൈൽ വേദ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴേക്കും അതിവേഗം ഗതിമാറ്റം നടത്തി കബളിപ്പിച്ച് ലക്ഷ്യത്തെ തകർക്കാൻ ഈ മിസൈലിന് സാധിക്കും. ശത്രുക്കൾ എവിടെയാണെങ്കിലും കൃത്യമായി തകർക്കാൻ ശേഷിയുള്ളതാണെന്ന് അന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. 500 കിലോഗ്രാം ഭാരമുള്ള പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഇതിലെ ഒപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനത്തെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളിലൂടെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ യുദ്ധം തുടങ്ങി 1 മാസമായിട്ടും ഈ മിസൈല് യുദ്ധമുഖത്ത് കണ്ടിട്ടേയില്ല. തടയാൻ അതീവ പ്രയാസകരമായ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ സാങ്കേതിക വിദ്യയുള്ള ഫത്ത-2, 1700 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിമാദ്, ചുരുങ്ങിയ ദൂരപരിധിക്കുള്ളിൽ അതിവേഗം ദിശ മാറാൻ കഴിയുന്ന റാദ് 500 എന്നിവയും ഇതുവരെ ഇറാൻ യുദ്ധമുഖത്ത് പ്രയോഗിച്ചിട്ടില്ല. ഫത്ത-2 എന്ന ഹൈപ്പർസോണിക് മിസൈലിന്റെ നിർമ്മാണം പൂർത്തിയായെന്നും ഇല്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ മിസൈലിന് മണിക്കൂറിൽ 18,500 കിലോമീറ്റർ വേഗതയിൽ പായാൻ കഴിയും. 1400 കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യത്തെ തകർക്കാൻ മണിക്കൂറിൽ താഴെ സമയമേ ഇതിനു വേണ്ടൂ. ഈ മിസൈലിൻ്റെയും ഗതിയെ തിരിച്ചറിയാൻ സാധാരണ മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് എളുപ്പമല്ല. അതിനൂതന മിസൈലുകൾ ഇറാൻ മാറ്റിവെച്ചിരിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവ ഇതുവരെ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാത്തതോ അല്ലെങ്കിൽ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാകുന്ന അവസാന ഘട്ടത്തിലേക്ക് കരുതി വെച്ചിരിക്കുന്നതോ ആകാം. പുതിയ മിസൈലുകളുടെ എണ്ണം പരിമിതമായതും ഒരു കാരണമാകാമെന്നും പ്രതിരോധ വിദഗ്ധർ പറയുന്നു. യുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ പഴയ മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സെജ്ജിൽ 2 ടൺ ഭാരമുള്ള പോർമുനകൾ വഹിക്കുന്ന ഖൊറം ഷഹർ, 1 ടൺ ഭാരം വഹിക്കുന്ന ഖൈബർ ഷെക്കാൻ എന്നിവ ഉപയോഗിച്ചു തുടങ്ങി. വില കൂടിയ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരമായി ഇറാൻ ഇപ്പോൾ ഡ്രോണുകളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഡ്രോണുകൾ നിർമ്മിക്കാൻ ചെലവ് കുറവാണ്. എന്നാൽ അവ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്താൻ വളരെ ഫലപ്രദമാണ്. 1000 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം അയക്കുമ്പോൾ അവയെ തടയാൻ ശത്രു രാജ്യങ്ങൾ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ മിസൈലുകൾ ചെലവാക്കേണ്ടി വരുന്നു. ഈ സാമ്പത്തിക അസന്തുലിതാവസ്ഥ ഇറാന് അനുകൂലമാണ്. അടുത്തിടെ ഇറാനിൽ നിന്ന് ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗാർഷ്യയിലെ US-UK സൈനിക താവളത്തിന് നേരെ ഇറാൻ ഖൊറം ഷഹർ മിസൈലുകൾ തൊടുത്തുവിട്ടത് വിദഗ്ധരെ ഞെട്ടിച്ചിരുന്നു. മിസൈലിലെ പോർമുനയുടെ ഭാരം കുറച്ച് ദൂരപരിധി വർദ്ധിപ്പിച്ചാകാം ഇറാൻ ഇത് സാധ്യമാക്കിയതെന്ന് കരുതപ്പെടുന്നു. ഇറാൻ ഇപ്പോൾ വലിയ കടന്നാക്രമണങ്ങൾക്ക് പകരം കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ചുള്ള ചെറിയ ആക്രമണങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും ശത്രുവിനെ തളർത്താനുമുള്ള ഇറാന്റെ ദീർഘകാല തന്ത്രമാണിതെന്ന് അറ്റ്ലാന്റിക് കൗൺസിൽ പോലുള്ള സ്ഥാപനങ്ങൾ നിരീക്ഷിക്കുന്നു. ശത്രുവിനെ പൂർണ്ണമായും തോൽപ്പിക്കുക എന്നതിലുപരി യുദ്ധം ദീർഘിപ്പിച്ച് ശത്രുവിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ക്ഷമ പരീക്ഷിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഇറാന്റെ സൈനിക ശക്തിയേക്കാൾ ലോകം ഭയക്കുന്നത് അവരുടെ ഭൂമിശാസ്ത്രപരമായ സ്വാധീനത്തെ കൂടിയാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിന്മേൽ ഇറാന് വലിയ നിയന്ത്രണമുണ്ട്. ഇവിടെ ചരക്ക് നീക്കം തടസ്സപ്പെടുത്തുന്നതിലൂടെ ആഗോള എണ്ണവില വർദ്ധിപ്പിക്കാൻ ഇറാന് സാധിച്ചു.
ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കടുത്ത രീതിയിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ പരമ്പരാഗത സൈനിക ശേഷി കുറഞ്ഞാലും ഹോർമുസ് കടലിടുക്ക് വഴി ലോകത്തെ മുട്ടുകുത്തിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഖരം കുറയുന്നുണ്ടെങ്കിലും അവർ ഇപ്പോഴും അപകടകാരികളാണ്. ഭൂഗർഭ സംവിധാനങ്ങൾ, ഹോർമുസ് കടലിടുക്കിലെ സ്വാധീനം, ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ, സാങ്കേതിക വിദ്യ എന്നിവ യുദ്ധം ദീർഘിപ്പിക്കാൻ ഇറാനെ സഹായിക്കുന്നു. സൈനികമായ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പ്രസക്തി നിലനിർത്താൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ പ്രഹരശേഷി കുറയ്ക്കാൻ ഇസ്രയേലും അമേരിക്കയും നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ 470 മിസൈൽ ലോഞ്ചറുകളിൽ ഏകദേശം 200 എണ്ണം ഇതിനകം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എങ്കിലും ഇസ്രയേലിലെ ഹൈഫ റിഫൈനറിയിലും ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിലും ഇറാൻ വിജയകരമായി ആക്രമണം നടത്തി. ഇറാന്റെ മറഞ്ഞിരിക്കുന്ന അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രയേലിന്റെയും US-ന്റെയും മാത്രം ആശങ്കയല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങളുടെയും ആശങ്കയാണ്. നിലവിൽ പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളെ മുന്നിൽ നിർത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ. വലിയ മിസൈൽ ശേഖരം കൈവശമുള്ള ഇറാൻ വിനാശകാരികളായ ആയുധങ്ങൾ എപ്പോൾ പുറത്തെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഭാവി. ഇറാൻ ഒരു മിസൈൽ ശക്തിയാണ്, അത് അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭൂഗർഭ അറകളിൽ അതിമാരക ശേഷിയുള്ള മിസൈലുകൾ ഇപ്പോഴും പുറത്തെടുക്കാതെ കാത്തു സൂക്ഷിക്കുകയാണ്. ഇവിടം ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ പാതാള കുഴികളിലെ ഇത്തരത്തിലെ കോട്ടകൾ, ആണവ കോട്ടകളും മിസൈൽ കോട്ടകളും തകർക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ അതിമാരകമായ ആക്രമണങ്ങൾ ഇറാനിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക നടത്തും. അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ പുറത്തെടുത്തതോടുകൂടി ഇറാൻ ഒന്ന് വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ബങ്കർ ബസ്റ്ററുകളെ തടുക്കാൻ ഇറാന് കഴിയില്ല. ഇറാന്റെ ഭൂമിയും പിളർത്തിക്കൊണ്ടാണ് ഈ ബോംബുകൾ ഓരോ ലക്ഷ്യസ്ഥാനത്തേക്കും വീണുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.